ആമസോൺ ഫ്ലിപ്കാർട്ടിൽ സമ്മർ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കുറേ അധികം പ്രൈസും കാര്യങ്ങളൊക്കെ റിവീൽ ആയിട്ടുണ്ട്. ഐഫോൺസിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഡീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ നിങ്ങളിപ്പോൾ ഐഫോൺ മേടിക്കാൻ താല്പര്യമില്ലെങ്കിൽ, ഐഫോൺ മേടിക്കാൻ പ്ലാനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ ഏതൊക്കെ ഓഫേഴ്സ് ഉണ്ടെന്ന് നമ്മൾ ഈ ഒരു വീഡിയോ കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ വീഡിയോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ ഡയറക്റ്റ് ആമസോണും ഫ്ലിപ്കാർട്ടും ഏതൊക്കെ ഫോൺസിന് എങ്ങനെയൊക്കെയാണ് ഓഫർ വന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആമസോണിലുള്ള കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഐഫോൺ 13 അത്യാവശ്യം ഞാനൊരു നല്ലൊരു ഓഫർ പ്രൈസ് ആമസോണിൽ കണ്ടത്. ഈ ഒരു ഫോൺ ഏകദേശം ഒരു 47,500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓഫർ ടൈമിൽ കിട്ടുന്നുണ്ടാവും. ഇൻക്ലൂഡിങ് ബാങ്ക് ഓഫറാണ്. ചുമ്മാ 47,500 നമ്മൾ സാധാരണ എല്ലാ സെയിലിലും വരുന്ന പോലെ തന്നെ ബാങ്ക് ഓഫേഴ്സ് അതുപോലെ അഡീഷണൽ എക്സ്ചേഞ്ച് ഓഫേഴ്സൊക്കെ കൂട്ടിയായിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. ഇപ്പോൾ കിടക്കുന്ന ഏകദേശം ഒരു 52,000 റേഞ്ചിലാണ്. സോ ഈ ഒരു ഓഫർ ടൈമിൽ ഈ ഒരു ഓഫേഴ്സൊക്കെ കൂട്ടി നിങ്ങൾക്ക് ഒരു 47,500 ഈ ഒരു ഫോൺ എടുക്കാനായിട്ട് പറ്റും. നല്ലൊരു ഡീലാണ്. ആ ഒരു പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഐഫോൺ 13 ഒരു ഡീസൻറ്റ് പ്രൈസിംഗ് ആണ്. സോ നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ എടുത്തു വെച്ചോളൂ. ഈ ഒരു ഓഫേഴ്സ് വരുമ്പോൾ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. അടുത്തായിട്ട് ഞാൻ ആമസോണിൽ കണ്ട നല്ലൊരു ഡീലാണ് ഈ ഒരു OnePlus 11R 5Gയുടെ ഈ ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന് പറഞ്ഞൊരു ചിപ്സെറ്റാണ്. നല്ല പവർഫുൾ ആയിട്ട് ചിപ്സെറ്റാണ്. 30,000 ഈ ഒരു ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ നല്ലൊരു ഡീലാണ്. ആ 30,000 എന്ന് പറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണൊക്കെ ഒരു ബീസ്റ്റ് മോഡൽ നമുക്ക് വേണമെങ്കിൽ പറയാം. നല്ലൊരു ഡിവൈസാണ്. സോ നിങ്ങൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് ആ ഒരു പ്രൈസിങ്ങിൽ മാക്സിമം ഈ ഒരു ഫോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു OnePlus 11R 5G നല്ലൊരു ഫോൺ തന്നെയാണ്. ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഡീസൻ്റ് ആയിട്ടുള്ള ഫോണാണ്. പിന്നെ എല്ലാവർക്കും ഒരു പേടിയാണ് ആ ഒരു ഡിസ്പ്ലേയിൽ വരുന്ന ആ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ. സോ ഇപ്പോൾ പൊതുവേ ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ വന്നാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ലൈഫ് ടൈം ഫ്രീ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ OnePlus എന്നൊരു ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഒന്നും ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. കുറേ അധികം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡ് ഫോൺസിൽ ഈ ഒരു ആമസോണിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ എല്ലാത്തിൻ്റെയും പ്രൈസ്. സോ എല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വീഡിയോ തന്നെ ഒരു ബോറായിട്ട് പോകും. സോ ഞാൻ ഹൈലൈറ്റ് ആയിട്ട് തന്നെ കുറച്ച് ഫോൺസിൻ്റെ ഓഫർ പ്രൈസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഇവിടെ അടുത്തായിട്ട് എനിക്ക് നല്ലൊരു ഡീൽ വന്നത് ഈ ഒരു OnePlus 11 5Gക്കാണ്. നല്ലൊരു ഡീൽ തന്നെയാണ്. ഈ ഒരു 42,999 എന്ന് പറഞ്ഞ ഈ ഒരു പ്രൈസിങ്ങിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ തന്നെ 8 Gen 2 ചിപ്സെറ്റ് കിട്ടുന്നുണ്ട്. സോ അതൊരു വർത്തായിട്ടുള്ളൊരു ഡീലാണ് ഈ ഒരു OnePlus 11ൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത്. സോ ഓഫേഴ്സൊക്കെ ചേർത്തായിരിക്കും ഒരു പ്രൈസ് വരുന്നത്. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ കുറച്ച് ഐഫോൺ ഡീൽസ്. ഫ്ലിപ്കാർട്ടിൽ ഐഫോൺ 14 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീൽ പ്രൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 60,000 റേഞ്ചിൽ നിങ്ങൾക്ക് ഐഫോൺ 14 അവൈലബിൾ ആയിട്ടുണ്ട്. സോ 14 നോക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്ക്രീൻ സൈസ് ഉള്ള ഒരു ഐഫോൺ നോക്കുന്നുണ്ടെങ്കിൽ 14 നല്ലൊരു ഡിവൈസ് തന്നെയാണ്. ഈ ഒരു പ്രൈസിങ്ങിൽ ഓക്കെ എന്ന് ഞാൻ പറയും. ഹെവി പ്രൈസിംഗ് ഒന്നുമല്ല. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഫ്ലിപ്കാർട്ടിൽ ഐഫോൺ 15 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീൽ പ്രൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം 64,000 പിന്നെ എക്സ്ചേഞ്ച് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഫോണായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 50,000 ഒരു 58,000 ആ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് കുറക്കാനായിട്ട് പറ്റും. സോ ഇനീഷ്യലി എല്ലാ ഡിസ്കൗണ്ടും വെച്ച് 64,000 ആ ഒരു പ്രൈസിങ്ങിനും ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഐഫോണാണ് ഒരു 15 സീരീസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് നോക്കാം. അടുത്തായിട്ട് 15+ അതുപോലെ തന്നെ 14 ഒരു പ്രൈസിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ 14 പ്രൈസിങ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതായിട്ടില്ല. കാരണം 14+ ഒരു 1000 രൂപയുടെ കൂട്ടി കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 14+ മേടിക്കാം. പിന്നെ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ഐഫോൺ 12 ഏകദേശം ഒരു 39,000 നിങ്ങൾക്ക് ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. കുഴപ്പമില്ല, ഡീസൻ്റ് ആയിട്ടുള്ള ഫോണാണ്. ഐഫോൺ 12 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് ഗാലക്സി അല്ലെങ്കിൽ സാംസങ് ഫോൺസിൻ്റെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. മെയിനായിട്ടും S23 ഞാൻ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഓഫറാണ്. ഏകദേശം 45,000 ഈ ഒരു S23 നിങ്ങൾക്ക് എല്ലാ ഓഫേഴ്സും ചേർത്ത് മേടിക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കിട്ടുവാണെങ്കിൽ ബെസ്റ്റ് ഡീലാണ് ഈ ഒരു സെയിൽ ടൈമിൽ. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് ഫോണാണ് ഈ ഒരു ഗാലക്സി S23. ആ ഒരു കോമ്പാക്ട് സൈസിൽ അത്യാവശ്യം നല്ലൊരു ഇൻഹാൻഡ് ഫീലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൺ തരുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് ആയാലും ഞാൻ പറയേണ്ട ആവശ്യമില്ല. 8 Gen 2 എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടൊരു ചിപ്സെറ്റാണ് ഈ ഒരു ഫോൺ കൊടുത്തുള്ളത്. അതുപോലെ തന്നെയാണ് ക്യാമറ പെർഫോമൻസും ടോപ്പ് ലെവൽ പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടും. 8K റെക്കോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഈ ഒരു ഫോൺ നിങ്ങൾ മാക്സിമം ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെയും കുറേ അധികം ഫോൺസിന് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എല്ലാം നിങ്ങൾ കയറി ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് ഈ ഒരു വീഡിയോയിൽ ഞാൻ എനിക്ക് വർത്തിയായിട്ട് വലിയ കുറച്ച് ഫോൺസിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളൂ. ഇനിയും കുറേ അധികം ഫോൺസിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. സോ നിങ്ങൾ അതൊക്കെ ജസ്റ്റ് ആമസോൺ ഫ്ലിപ്കാർട്ടിലും കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക.
കുറേ അധികം മിഡ് റേഞ്ച് ഫോൺസിനും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വന്നതുകൊണ്ട് സോ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്നും കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണുന്നവരായിരിക്കും. ദിസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക്കി സ്പോർട്ട്.